വിധി പ്രഖ്യാപനത്തിലേക്ക് കടക്കും മുൻപ് വിശകലനങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നിയമ വിദഗ്ധൻ ഫിലിപ്പം പ്രസാദ്, ഒപ്പം തന്നെ പ്രമുഖ ക്രിമിനോളജിസ്റ്റ് ജെയിംസ് വടക്കംചേരി, വാസുരേന്ദ്ര ബാബു രാഷ്ട്രീയ നിരീക്ഷകൻ, മറ്റ് നിയമവിദഗ്ധർ, CP ഉദയഭാനു അടക്കമുള്ള നിയമവിദഗ്ധരെ കൂടിയും കേസുമായി ഇടപഴകിയ ആളുകളെയും ഈ ഘട്ടത്തിൽ ടെലിഫോണിലും ബന്ധപ്പെടുന്നതാണ്. ആദ്യം ഫിലിപ്പം പ്രസാദിലേക്ക്. ശ്രീ ഫിലിപ്പം പ്രസാദ്, ഒരുപക്ഷെ നിയമത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ആക്ഷേപം പലപ്പോഴും പറയാറുണ്ട്. നിയമം ഒരു ചിലന്തി വല പോലെയാണ്. ചില പ്രാണികൾ അതിൽ ചെറുപ്രാണികൾ വീണ് നശിക്കുന്നു, വലിയവ അതിൻ്റെ ആ കൂട് പൊളിച്ച് സ്വതന്ത്രരായി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം. നിസാമിൻ്റെ ഈ കേസ് പരിശോധിച്ചാൽ നിസാം ആ വഴികളെല്ലാം സഞ്ചരിച്ചു ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ ഈ വലയിൽ നിന്നും പൊളിച്ച് പുറത്തു ചാടാൻ. അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ അദ്ദേഹം ഉപയോഗിച്ച് നോക്കി, പണക്കൊഴുപ്പ്, എല്ലാ രീതിയിലും സാമ്പത്തികം ഉപയോഗിച്ച് നോക്കി. എന്നിട്ടുകൂടി കഴിഞ്ഞ ദിവസം കോടതി ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്നു. നിസാം കുറ്റക്കാരനാണ്. സാഹചര്യ തെളിവുകളുടെയും ദൃക്സാക്ഷി മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ ഒരു വിലയിരുത്തലിലേക്ക് കോടതി എത്തുമ്പോൾ എന്തായാലും ഇനി അരമണിക്കൂർ മാത്രമേ ഉള്ളൂ ദൂരം അന്തിമ വിധിയിലേക്ക് കടക്കാൻ. ഈ ഘട്ടത്തിൽ താങ്കൾക്ക് ഈ കേസിൻ്റെ നാൾവഴികളെല്ലാം തന്നെ അറിയാവുന്ന വ്യക്തി കൂടിയാണ്. പൊതുവെ വിലയിരുത്തിയാൽ കാര്യങ്ങളെ. മാധ്യമങ്ങൾ മഹാഭാവികൾ, കള്ളന്മാർ, മാധ്യമ വിചാരണ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാ മാധ്യമങ്ങളെയും ഒറ്റക്കെട്ടായി നിന്ന് ആക്രമിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരോടൊരു ചോദ്യം. മാധ്യമങ്ങളില്ലായിരുന്നെങ്കിൽ ഈ കേസ് എവിടെ എത്തുമായിരുന്നു? ഓരോ ഇൻവെസ്റ്റിഗേഷൻ്റെ ഓരോ ഘട്ടത്തിലും അവർ ഈ കിട്ടിയ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുകയും ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് മാത്രമേ ഇൻവെസ്റ്റിഗേഷൻ നടക്കൂ എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കല്ല മന്ത്രിമാർക്കും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ കേസിൽ കള്ളക്കളികളൊന്നും നടക്കാതിരുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് പൂച്ചെണ്ട് കൊടുക്കേണ്ടത് ഇവിടെ എല്ലാവരും കൂടി ആക്രമിക്കുന്ന മാധ്യമ വിചാരണക്കാർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ പൂച്ചെണ്ടുകൾ. യെസ്, ജെയിംസ് വടക്കഞ്ചേരി, ഒരുപക്ഷെ സുപ്രധാനമായ ഒരു സാഹചര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. കാരണം ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം തന്നെയായിരുന്നു ശ്രീ ഫിലിപ്പം പ്രസാദിൽ നിന്ന്. കാരണം പല വഴി സഞ്ചരിച്ചു, മാധ്യമങ്ങളെ പോലും വിലക്കുന്ന തരത്തിലേക്ക് കോടതിയിലടക്കം ഹർജിയുമായി പോകുന്ന ഒരു വ്യക്തി 7 തവണ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു, 15 തവണ ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഓരോ ഘട്ടത്തിലും വിചാരണയുടെ തലങ്ങൾ തെറ്റിക്കാനുള്ള ഇടപെടൽ, ആ ദൂരങ്ങളും ആ വഴിനാളുകളും ഒക്കെ തന്നെ കടന്നു വന്നിട്ട് കൂടി നിയമത്തിൻ്റെ ഒരു പക്ഷേ ഇന്നലത്തെ ആ ദിനം നിയമത്തിൻ്റെ ഒരു വിജയം എന്ന് തന്നെയായിരിക്കണം നമ്മൾ കണക്കാക്കേണ്ടത്. ആ അർത്ഥത്തിലുള്ള പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു വിധിയും കൂടി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കൊലപാതകം തെളിഞ്ഞ സ്ഥിതിക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് ജീവപര്യന്തം കൊടുക്കുക, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് കൊടുക്കുക. ജീവപര്യന്തം കൊടുക്കാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. കാരണം വധശിക്ഷ എന്നുള്ളതിന് ഇന്ന് ഇപ്പോൾ റയറസ്റ്റ് ഓഫ് റയർ കേസസ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഇൻറ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ അത് എനിക്ക് തോന്നുന്നത് റയറസ്റ്റ് ഓഫ് റയർ കേസ് എന്ന് പറയുമ്പോൾ നോ കേസ് എന്നുള്ള അർത്ഥമാണ് എങ്കിൽ പോലും അത് ഇൻറ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ജഡ്ജിൻ്റെ ഇഷ്ടം പോലെ ജഡ്ജിന് തോന്നുകയാണെങ്കിൽ ചിലർക്ക് കൊടുക്കാം എന്നൊക്കെ ഉള്ളതായ ചിന്താഗതി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തെ ചിന്താഗതിയും യുണൈറ്റഡ് നേഷൻസ് മുതലായ സംഘടനകളുടെ ചിന്താഗതിയും ലോകത്തിപ്പോൾ അനുവർത്തിച്ച് വരുന്ന രീതിയും ഈ കേസിൻ്റെ സാമൂഹ്യ വശമുണ്ട്, സാമൂഹ്യ ഈ റിയാക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ജീവപര്യന്തം ശിക്ഷ കൊടുക്കാനായിട്ടുള്ള ഒരു സാധ്യതയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ അങ്ങേപോലെയുള്ള ഒരു വ്യക്തി, കാരണം ചില ക്രിമിനലുകളുടെയൊക്കെ രീതികൾ അവർ പല കേസുകളിലും പെടുകയും അതിനുശേഷമുള്ള മാനസാന്തരപ്പെടുന്ന ആളുകളൊക്കെ തന്നെ എന്തായാലും ജയിൽ ശിക്ഷയ്ക്കൊക്കെ കടന്നു വരും. ചില സാഹചര്യങ്ങൾ പെട്ടുപോകുന്ന ആളുകളും ഉണ്ടാകും. നിസാമിൻ്റെ ഒരു രീതിയെക്കുറിച്ച് താങ്കൾക്കൊന്ന് വിലയിരുത്തിയാൽ അവിടെ പറയുന്നുണ്ട് സ്വാഭാവികമായി വന്നുപെട്ട ഒരു അപകടമാണ്, അതിൽ ഡോക്ടർമാരുടെ പിഴവ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് പ്രതിഭാഗം കോടതിയിൽ വാദിക്കാൻ ശ്രമിച്ചത്. അത് കുറുക്കി കൊണ്ടില്ലെങ്കിൽ കൂടിയും ആ ഒരു ക്രിമിനലിൻ്റെ ഒരു അവസ്ഥ, അവിടെ വാഹനം ഉപയോഗിച്ച് ഇടിച്ചിട്ടതിന് ശേഷം തൂക്കിയെടുത്ത് വാഹനത്തിൽ കൊണ്ടുപോയി തൻ്റെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തല്ലിച്ചതയ്ക്കുന്നു. ഇത്രത്തോളം ഒരു വൈകാരിക അവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന ഒരു ക്രിമിനൽ, ഒരുപക്ഷെ അദ്ദേഹം ഉന്നയിക്കുന്ന വാദഗതികൾ നീതിപീഠത്തിന് മുന്നിൽ മുഖവിലേക്ക് എടുക്കാൻ കഴിയുന്നതാണോ ശരിക്കും? ഞാൻ ഇപ്പോൾ ഈ പുസ്തകം ഇത് പ്രഭാത് ബുക്സ് പബ്ലിഷ് ചെയ്ത് ഞാൻ എഴുതിയതാണ്. ഇത് 306 കൊലപാതകികൾ, അതായത് അവർ ജീവപര്യന്തം ശിക്ഷിച്ച് നമ്മുടെ കേരളത്തിലെ ജയിലിൽ കിടക്കുന്ന 306 പേരെ പഠിച്ചതിൽ
അതിൽ ബഹുഭൂരിപക്ഷം കൊലപാതകം ചെയ്തേക്കുന്ന ആളുകളും അവരുടെ ആ കൊലപാതകത്തിന് പിന്നീട് ദുഃഖിക്കുകയും. യെസ്, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയപ്പോൾ അഡ്വക്കേറ്റ് ഉദയഭാനു, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കൂടിയായ ശ്രീ ഉദയഭാനു, എന്തായാലും കഴിഞ്ഞ ദിവസത്തെ വിജയം, നിയമത്തിന്റെ ആ ഒരു രണ്ട് ഘട്ടത്തിൽ മുന്നോടിയായിട്ടുള്ള അന്തിമഘട്ടത്തിന് മുന്നോടിയായിട്ടുള്ള വിജയം കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനി അരമണിക്കൂർ മാത്രമേ ഉള്ളൂ അന്തിമഘട്ടത്തിലേക്ക് എത്താൻ. താങ്കളുടെ ഒരു വിലയിരുത്തലനുസരിച്ച് പ്രതിഭാഗം ഉന്നയിച്ച ഒട്ടേറെ കാര്യങ്ങൾ കൂടിയുണ്ട്. അവിടെ താങ്കൾ നിരത്തിയ വളരെ ആത്മാർത്ഥയോടുകൂടി താങ്കൾ മുന്നോട്ട് നിർത്തിയ വാദഗതികൾ കോടതി മുഖവിലേക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ട്. പൂർണ്ണ ഒരു മെറിറ്റിലേക്ക് എത്തുമ്പോൾ ഈ ഘട്ടത്തിൽ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു കാര്യങ്ങളെ? ഇന്നലെ ഉയർത്തിയ അതേ വാദഗതിയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ഇന്നും ഉറച്ചു നിൽക്കുന്നത്. പ്രോസിക്യൂഷൻ അത് പ്രതീക്ഷയുണ്ട്. കാരണം ഈ നിസാം എന്ന് പറയുന്നയാൾ സമൂഹത്തിനാകെ ഒരു ഭീഷണിയായിട്ടുള്ളതാണ്. സമൂഹത്തിന് ഭീഷണിയായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റുള്ള ആളുകളുടെ പൗരസ്വാതന്ത്ര്യത്തിന്മേലുള്ള കൈകടത്തലാണ്. ഇവിടെ ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ പൗരനും സ്വതന്ത്രമായും സുരക്ഷിതമായിട്ട് ജീവിക്കാൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. ഭരണഘടനാപരമായ അവകാശമുണ്ട്. ആ അവകാശം സ്ഥാപിച്ചു കൊടുക്കുവാനുള്ള ബാധ്യത കോടതികൾക്കുള്ളതാണ്. ആ നിലയ്ക്ക് ഇത് പരിശോധിക്കുമ്പോൾ നിസാം ഈ സമൂഹത്തിനെ ആ മനസ്സാക്ഷിയെ ആകെ ഞെട്ടിച്ച ഒരു വലിയ കുറ്റകൃത്യം ചെയ്തു എന്ന് കോടതി മുമ്പാകെ തെളിയിച്ചിട്ടുണ്ട്. ആ തെളിയിച്ചതനുസരിച്ച് അയാൾക്ക് കൊടുക്കേണ്ട പരമാവധി ശിക്ഷ വധശിക്ഷയാണ്. വധശിക്ഷ കൊടുക്കാനുള്ള ബാധ്യത കോടതിയിലേക്ക് എത്തപ്പെടുന്നത് കേസുകളിലെ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. അത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ഇന്നും പ്രതീക്ഷിക്കുന്നത് ഇന്നലെ കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി ശിക്ഷ കൊടുക്കുമെന്ന് തന്നെയാണ്. തീർച്ചയായും ഇവിടെ ജെയിംസ് വടക്കഞ്ചേരി അടക്കമുള്ള ക്രിമിനോളജിസ്റ്റുകളും ഒപ്പം ഫിലിപ്പം പ്രസാദിനെ പോലെയുള്ള നിയമവിദഗ്ധരടക്കം നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. അവരൊക്കെ പ്രകടിപ്പിക്കുന്ന കാര്യം പൂർണ്ണാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള തെളിവുകൾ ഉണ്ട്. എങ്കിലും വധശിക്ഷ ഒരുപക്ഷെ അതുതന്നെയായിരിക്കണം എല്ലാവരും ഈ കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. മേൽക്കോടതിയിലേക്ക് എന്തായാലും നിസാമിനെ പോലെയുള്ള ആളുകൾ ഏതറ്റം വരെയും പോകും. വിചാരണഘട്ടത്തിൽ നമ്മൾ കണ്ടതാണല്ലോ. ആ അർത്ഥത്തിൽ ഇവിടെ ആ ഒരു രീതിയിലുള്ള ഒരു വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ അതൊരു വെല്ലുവിളി ആയിരിക്കില്ലേ മുന്നോട്ടുള്ള പോക്കുകളിൽ? അതുകൊണ്ടൊരു പരമാവധി ശിക്ഷ അതായിരിക്കുമോ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് നമ്മളുടെ വിശ്വാസം. ഏതായാലും ഇനി 20 മിനിറ്റാണ് ബാക്കി നിൽക്കുന്നത്. ഈ അട്ടിമറികളൊന്നും നടന്നില്ല. തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കോടതി മനസ്സിലാക്കും. കോടതി അനുസരിച്ച് തീരുമാനമെടുക്കും എന്നാണ് പ്രതീക്ഷ. ഒരു കാര്യം കൂടി ശ്രീ ഉദയഭാനു, ഈ ഘട്ടത്തിലെങ്കിലും താങ്കൾ ഇങ്ങനെ ഒട്ടേറെ ഒരു സാക്ഷിയടക്കം കൂറുമാറുന്നു, വലിയൊരു സാമ്പത്തിക സ്രോതസ്സിനെതിരെയാണ് നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടം, കുറ്റവാളി ആരെന്നുള്ള അല്ലെങ്കിൽ കൂടിയും ഏതെങ്കിലും ഒരു വെല്ലുവിളി താങ്കൾ ഉള്ളിലെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു? ഒരു സാക്ഷിയുടെ കൂറുമാറ്റമൊക്കെ വന്ന ഘട്ടത്തിലെങ്കിലും ഒരു സാക്ഷിയുടെ കൂറുമാറ്റമുണ്ടായി. അതുപോലെ തന്നെ നാടകീയമായിട്ടുള്ള രീതിയിൽ സുപ്രീം കോടതിയിൽ പോകുന്നു. കേരളത്തിൽ നിന്ന് തന്നെ കേസ് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റണമെന്ന ആവശ്യം കൊണ്ടുവരുന്നു. മാറ്റണമെന്ന ആവശ്യം കൊണ്ടുവരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള വെല്ലുവിളികൾ പ്രോസിക്യൂഷന്റെ ഈ വിചാരണ ഘട്ടത്തിൽ നേരിട്ടിട്ടുണ്ട്. നേരിട്ടുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ഇത് നടത്തിയത്. അതിന് പിന്തുണ നൽകിയത് ഈ അന്വേഷണ സംഘത്തിലുള്ള പോലീസ്, പ്രത്യേകിച്ച് തൃശൂർ കമ്മീഷണർ ശ്രീ KG സമേന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ്. അവരുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കേസ് വിജയിക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ മാധ്യമ ജാഗ്രത ഉണ്ടായിരുന്നു. ആ മാധ്യമ ജാഗ്രത ഈ കേസിൽ വിജയത്തിലേക്ക് എത്തിക്കില്ല. സത്യം തെളിയിക്കപ്പെടണം. ഇവിടെ പണക്കാരൻ പണത്തിന്റെ മേൽക്കോമയുള്ളതുകൊണ്ട് സാധാരണക്കാരന്റെ മേൽ ചവിട്ടി ഭരിക്കാൻ അനുവദിക്കുകയില്ല. അതായിരുന്നു അതിന്റെ ഒരു താക്കീതായിട്ട് ജനങ്ങൾ കണ്ടത്. മാധ്യമ ജാഗ്രതയും അതോടൊപ്പം ഉണ്ടായിരുന്നു. യെസ്, വളരെ നന്ദി. താങ്കൾ തിരക്കിലാണെന്നറിയാം. എന്തായാലും 20 മിനിറ്റ് കൂടിയുള്ളൂ. താങ്കളിലേക്ക് വിധിക്ക് ശേഷം എത്താവുന്നതാണ്. ഫിലിപ്പം പ്രസാദ് അദ്ദേഹം ഉദയഭാനു സൂചിപ്പിച്ചതുപോലെ ഉദയഭാനുവിനെ പോലെയുള്ള പ്രഗത്ഭ അഭിഭാഷകർ പോലും, അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥയോടെ കേസ് കൈകാര്യം ചെയ്ത ആളുകൾ പോലും ഇടയ്ക്കൊന്ന് പതറിപ്പോയിരുന്നു. കാരണം ഇത്രയേറെ സമ്പത്തുള്ള വ്യക്തി, അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് പോകുന്നു, കാപ്പ ചുമത്തുന്ന സമയത്ത് അത് നീക്കാൻ വേണ്ടി പോകുന്നു, വിചാരണ മറ്റു സംസ്ഥാനത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോകുന്നു, വിചാരണ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോകുന്നു. ഈ ആവശ്യഘട്ടത്തിലെല്ലാം സുപ്രീം കോടതിയെ പോലും കണ്ടത് ഒരു വിചാരണ കോടതി പോലെയാണ് നിസാം നോക്കിക്കണ്ടത്. തൻ്റെ മുന്നിൽ അതൊന്നും വെല്ലുവിളിയേ അല്ല എന്ന തലത്തിൽ. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അന്തിമ ഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ചിലന്തിവല ഭേദിക്കാൻ നിസാമിന് കഴിഞ്ഞിട്ടില്ല. ഇനി പൂർണ്ണ വിധിയിലേക്ക് എത്തുമ്പോൾ എങ്ങനെ നിസാമിൻ്റെ കാര്യത്തിൽ ഇതൊരു വിജയമായിട്ടാണോ കഴിഞ്ഞ ദിവസം വരെയുള്ള സാഹചര്യങ്ങളെ നാം കാണേണ്ടത്? പ്രോസിക്യൂഷൻ്റെ ഫിലിപ്പം പ്രസാദ്. അല്ലേ, ഒന്നാമത്തെ കാര്യം ഈ നിസാം വിജയിച്ചില്ല എന്നുള്ളതൊരു സത്യമാണ്. നിസാമിൻ്റെ സർവ പരിപാടികൾ നോക്കിയിട്ടും വിജയിച്ചിട്ടില്ല. അത് രാഷ്ട്രീയക്കാരെക്കാട്ടിലും മിടുക്കനായിട്ടുള്ള സാങ്കേതിക സാമ്പത്തിക സ്വാധീനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒന്നും നടന്നില്ല.
അതിനൊക്കെ ഒരു വശമുണ്ടെങ്കിൽ പോലും ഒരു വധശിക്ഷ എന്നുള്ളതിന് താത്വികമായി എതിരാണ് ഞാൻ. യാക്കൂബ് മേമന് പോലും വധശിക്ഷ കൊടുത്തത് തെറ്റാണ്, അധാർമികമാണ് എന്ന് കരുതുന്ന ഒരാളാണ്. എന്ന് മാത്രമല്ല, ഞാൻ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോൾ വളരെ 2.5 കൊല്ലത്തോളം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ കൂടെയാണ് കിടന്നത്. എനിക്ക് നല്ലപോലെ അറിയാം, വധശിക്ഷയെക്കാട്ടിലും ഭയാനകമാണ് ജയിലിൽ കഴിയുന്നവർക്ക് ജീവപര്യന്തം ശിക്ഷ. മനുഷ്യന്റെ ഒരു തെറ്റിദ്ധാരണയാണിത്. വധശിക്ഷയെക്കാട്ടിലും ഭീകരമാണ് യഥാർത്ഥ ജീവപര്യന്തം ശിക്ഷ. ഇപ്പം അതിന് വ്യവസ്ഥയുണ്ട്. പരോൾ കൊടുക്കരുത് എന്നുള്ള വ്യവസ്ഥയോടുകൂടി ജീവപര്യന്തം ശിക്ഷിക്കാനുള്ള പുതിയ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഇന്ന കാലാവധി വരെ പരോൾ കൊടുക്കരുത് എന്നുള്ള നിബന്ധനയോടുകൂടിയുള്ള ജീവപര്യന്തം ശിക്ഷയായിരിക്കും വധശിക്ഷയേക്കാൾ കഠിനമായ ശിക്ഷ എന്നാണ് വ്യക്തിക്ക്. സമൂഹത്തിൻ്റെ ഡിറ്ററൻറ്റ് വാല്യൂ, അതായത് മറ്റുള്ളവർ കേട്ട് ഭയന്നു പോകണം എന്നുള്ള ഒരു സ്വഭാവം, അതിനു വേണ്ടി മാത്രം ആ കാര്യത്തിലും ജീവപര്യന്തം ശിക്ഷയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം.